ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയാൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ പുലർച്ചെ ഒരു 2 മണി 3 മണി ആ ഒരു ടൈം ആകുമ്പോൾ എണീക്കും, പാല് കുടിക്കും. അത് കഴിഞ്ഞ് ഗ്യാസ് തട്ടി കൊടുത്ത് കഴിഞ്ഞിട്ട് ചില സമയങ്ങളിൽ ഉറങ്ങും, ചില സമയങ്ങളിൽ ഉറങ്ങില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 മണിക്കൂർ, ചില സമയങ്ങളിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീക്കും, ചില സമയങ്ങളിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീക്കും. അങ്ങനെയാണ് കേട്ടോ അവൻ്റെ എണീക്കലും കിടക്കലൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ അവൻ്റെ കാണിക്കുന്നത്. അപ്പോൾ അവനൊരു 5 മണിക്ക് എണീറ്റ് കിടക്കുന്നതാണ് കേട്ടോ ഇത്. ഒരു 6 മണി വരെയൊക്കെ അവൻ ഇങ്ങനെയൊക്കെ കിടക്കും. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ തന്നെ ഇരിക്കും. ഞാൻ കിടക്കാറില്ല. കാരണം അവനിപ്പോൾ എങ്ങാനും ഛർദ്ദിക്കുകയോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ തന്നെ ഇരിക്കും കേട്ടോ. കുറേ നേരം അങ്ങനെ കളിച്ചോളും. പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് ആൾ കരയാൻ തുടങ്ങുക. ചില സമയങ്ങളിൽ ചിലപ്പോൾ കളിച്ച് കളിച്ച് അങ്ങനെ ആൾ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ കരയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ വേഗം പാല് കൊടുക്കും. പാല് കൊടുത്തിട്ട് ഗ്യാസൊക്കെ തട്ടി കൊടുക്കും കേട്ടോ. എന്നിട്ട് ചില സമയങ്ങളിൽ ഗ്യാസൊക്കെ തട്ടി ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവൻ ചിലപ്പോൾ കിടന്നുറങ്ങും. ചില സമയങ്ങളിൽ അവൻ ഉറങ്ങില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അമ്മയുടെ കൊടുക്കും. അമ്മയുടെ കൊടുത്തിട്ട് ഞാൻ മെല്ലെ നൈസായിട്ടൊന്ന് കിടന്നുറങ്ങും കേട്ടോ. അവിടെ സ്വത്ത് എവിടെയാ? അവിടെ സ്വത്ത് എവിടെയാ? അവിടെ സ്വത്താണോ? അവിടെ സ്വത്താ? അവിടെ സ്വിച്ചാണോ? അവിടെ സ്വിച്ചാണോ? ആണോ? ആണോ അവിടെ സ്വത്താ? പൊന്നെവിടെ? പൊന്നെവിടെ? പൊന്നു പൊന്നെവിടെ? നമ്മുടെ പൊന്നു പൊന്നുസേ പൊന്നു നമ്മുടെ പൊന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. നമ്മുടെ പപ്പ എവിടെയോ? പപ്പയോ? പപ്പേന്ന് വിളിച്ച്. പപ്പേ പപ്പേന്ന് വിളിച്ച്. പപ്പേന്ന് വിളിച്ച്. പപ്പേന്ന് വിളിച്ച്. ആടെ പപ്പേന്ന് വിളിക്കടാ. ആടെ പപ്പേന്ന് വിളിക്ക്. അങ്ങനെ ദേ അവനെ കളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവനെ മെല്ലെ കിടത്തി ഉറക്കി കേട്ടോ. പിന്നെ ഞാൻ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനൊരു എത്ര വരെ 7:30 7:45 ആയപ്പോൾ എണീറ്റ് അമ്മ അപ്പോഴേക്കും വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് പുട്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. എന്താ പറയുക, പിന്നെ മോർണിംഗ് ഞാൻ ചിലപ്പോൾ മോർണിംഗ് ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും ഒരു ഗ്ലാസ് പാല് കുടിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് മോർണിംഗ് ആയിരുന്നു പാല് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ സമാധാനമായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്കായിക്കോട്ടെ അല്ലെങ്കിൽ അമ്മയ്ക്കായിക്കോട്ടെ സമാധാനമായിട്ട് കഴിക്കാൻ പറ്റില്ല. ചില ദിവസങ്ങൾ മാത്രമേ കേട്ടോ പറ്റുള്ളൂ. ഇപ്പം അവൻ കിടന്ന് ഉറങ്ങണത് കൊണ്ട് എനിക്കിങ്ങനെ ആസ്വദിച്ചിട്ടൊക്കെ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്പീഡിലൊക്കെ കേട്ടോ ഞാൻ കഴിക്കുക ഫുഡ്. ഞാനൊരു 7:30 ആകുമ്പോഴേക്കും ഞാൻ എണീറ്റു കേട്ടോ. ഞാൻ എണീറ്റ് അത് കഴിഞ്ഞിട്ട് അമ്മ വെള്ളവും കാര്യങ്ങളൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവന് ഒരു വെയിലൊക്കെ ആയിട്ട് കുളിപ്പിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഒരു 10 മണിയോട് 10:10 കൂടിയിട്ടാണ് അവനെ കുളിപ്പിക്കുക. അപ്പോൾ അമ്മ കുളിപ്പിക്കാനുള്ള പരിപാടികളാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പോഴേക്കും അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വയ്ക്കും. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ അവനെ കുളിപ്പിക്കാനുള്ള പരിപാടി നോക്കി കേട്ടോ. അതിന് മുന്നേ ഞാൻ കുറച്ച് പാല് കൊടുക്കും കേട്ടോ അവന്. അപ്പോൾ അവൻ കുളിപ്പിക്കുമ്പോൾ വലിയ വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ഞാൻ ഫീഡ് ചെയ്യണത്. എന്നാലും വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അവൻ കരച്ചിലും പിഴിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും ഓരോ പാട്ടും സംഭവങ്ങളൊക്കെ പാടിയിട്ട് അവനെ സെറ്റാക്കി എടുക്കും കേട്ടോ. അപ്പോൾ വേഗം തന്നെ കുളിപ്പിച്ചെടുക്കും കേട്ടോ. അപ്പം ഇതിൽ 2-3 ദിവസം മുന്നേ 45 ഡേയ്സിൻ്റെ വാക്സിനും സംഭവങ്ങളൊക്കെ എടുത്ത കാരണം നമ്മളോട് എണ്ണ തേച്ച് കുളിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസം കുളിപ്പിക്കണ്ട, ജസ്റ്റ് തുടച്ചെടുത്താൽ മതി, ചൂടുവെള്ളത്തിൽ തുടച്ചെടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞപ്പോഴേക്കും അവൻ ചെറിയൊരു കരച്ചിലൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഫീഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ തട്ടി കൊടുക്കണതാണ് കേട്ടോ. ചില സമയത്ത് ഫീഡ് ചെയ്ത് നമ്മൾ ഗ്യാസ് നന്നായി തട്ടി കൊടുക്കണമല്ലോ. ഇവനെ ഗ്യാസിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ നിറഞ്ഞു വന്നിട്ടാന്ന് തോന്നി ഞാൻ ഭയങ്കര ഒരു വിമിഷ്ടവും കാര്യങ്ങളൊക്കെ അവനെടുക്കും. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ നന്നായി തട്ടി കൊടുത്തിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ അവൻ ഇങ്ങനെ ഗ്യാസ് തട്ടി കൊടുക്കുന്ന സമയത്ത് തന്നെ അവൻ ചിലപ്പോൾ കിടന്നുറങ്ങും, ചില സമയത്ത് അവൻ അങ്ങനെ കിടന്നുറങ്ങുമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഗ്യാസൊക്കെ തട്ടി കഴിഞ്ഞിട്ട് ഞാൻ അവനെ കെടുത്തി. ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് നേരം ഞാൻ അവനെ കെടുത്തും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കലാപരിപാടികൾ തുടങ്ങുള്ളൂ കേട്ടോ. ഈ പിരിക എഴുതി കൊടുക്കുന്നത്, മറ്റേ നെറ്റിമ തൊട്ട് കൊടുക്കുന്ന, കവിളത്ത് തൊട്ട് കൊടുക്കുന്നത്, അതൊക്കെ ഞാനത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവൻ എണീറ്റ് ബഹളം വയ്ക്കും, കരച്ചിലാവും. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ എഴുതി കൊടുക്കില്ല. കുറച്ച് നേരം അവനൊന്ന് സെറ്റാക്കി അവനൊന്ന് ഉറക്കത്തിലങ്ങോട്ടൊന്നും ആയിട്ടേ ഞാൻ അവനെ എഴുതി കൊടുക്കുള്ളൂ കേട്ടോ.
അപ്പോൾ അതേ നമ്മുടെ ലിയാനെ ഞാൻ എഴുതിയൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മോർണിംഗ് റൂട്ടീൻ ഏകദേശം ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അതേ ലിയാൻ്റെ മോർണിംഗ് റൂട്ടീൻ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അധികമൊന്നുമില്ല, മോർണിംഗ് അല്ലേ, കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ മോർണിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനലിൽ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കേട്ടോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ, അത് നല്ലൊരു രസം. അപ്പം എന്തായാലും പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. കുറച്ച് ലാഗൊക്കെ ആയിരിക്കും, എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഏത് കണ്ടൻറ്റാണ് ഇടേണ്ടതെന്ന് എനിക്കറിയുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതിനും എഡിറ്റ് ചെയ്യാൻ വരെ എനിക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഉണ്ണിയുള്ള കാരണം എനിക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിലും അവൻ ഉറങ്ങുന്ന സമയത്ത് ഒക്കെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാത്ത സമയങ്ങളൊന്നും എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെറിയൊരു സൗണ്ട് കേട്ടാൽ മതി, അവൻ പെട്ടെന്ന് എണീക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിലും ചില പേര് പറയുന്നുണ്ട് വോയിസ് ക്ലിയർ ഇല്ലാത്തത് ഇപ്പോഴത്തെ വീഡിയോസിൽ. മുന്നത്തെ വീഡിയോസിലൊക്കെ വെച്ച് ഞാൻ കറക്റ്റായിട്ട് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോഴത്തെ വീഡിയോയിൽ വോയിസ് ക്ലിയർ ഇല്ലാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവൻ തന്നെയാണ് കേട്ടോ. അവൻ പെട്ടെന്ന് എണീക്കുമോ എന്നുള്ളൊരു ഇതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് മെല്ലെ ഞാൻ സംസാരിക്കുന്ന വോയിസ് ഓവർ കൊടുക്കണത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.